സ്വന്തമേ, ഭയന്തു ബോധമേ, നീ എന്റെ സ്വന്തമേ, ഭയന്തു ബോധമേ. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ, ഞാൻ നിന്റെ പേർക്കു ജീവിതം നയിക്കുമെന്നുമേ. വിശ്വാസികൾ പാപമോചനത്തെക്കുറിച്ച് മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, പാപവിമോചനത്തെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പാപമോചനമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സപ്പോസ് നമ്മളൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപം ക്ഷമിക്കും. പാപക്ഷമയല്ല ഇവിടുത്തെ വിഷയം, ഫ്രീഡം ഫ്രം സിൻ, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപക്ഷമയല്ല. പാപക്ഷമയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പാപക്ഷമ മാത്രം പോരാ, എന്തുകൂടെ വേണം? പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് വേണം. അതിനെന്തു വേണം? എന്റെ പഴയ മനുഷ്യനെ ക്രൂശിക്കണം. പഴയ മനുഷ്യനെ ക്രൂശിച്ചാൽ ഈ പാപത്തിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സ്വഭാവത്തോടും ഏകീഭവിക്കും. ഞാൻ കർത്താവിനോട് മരിച്ചു, കർത്താവിനോട് അടക്കപ്പെട്ടു, കർത്താവിനോട് വീഴ്ത്തിരുന്നേറ്റു. എന്തിനാണ്? നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ, അവന്റെ കൂടെ, അവനോട് കൂടെ. ആ ലൈഫ് എന്നിലേക്ക് ഒഴുക്കി തരുന്നതിന് വേണ്ടിയാണ്, ആ ജീവൻ എന്റെ ഉള്ളിലേക്ക് ഒഴുക്കി തരുന്നതിന് വേണ്ടിയാണ് ദൈവം വാസ്തവത്തിൽ എന്നെ ആ ദിവ്യ ശക്തി എന്നിലേക്ക് പകരുന്നത്. അതാണ് ദിവ്യശക്തി. എന്ത്? പാപത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിർത്തുകല്ല, എന്നെ വിടുവിക്കുന്ന യേശുവിന്റെ ഇപ്പം പറയുന്ന പോൾ പറയുന്നതാണ്, ആരെന്നെ വിടുവിക്കും? അവിടെ കൊണ്ട് അധ്യായം തീരുകയല്ല പ്രിയമുള്ളവരെ. അധ്യായം തീരുകയായിരുന്നെങ്കിൽ ഭയങ്കര കഷ്ടമായി പോയനെ. പലരുടെയും ചിന്ത കണ്ടോ, പൗലോസ് പോലും പറയുന്നുണ്ട്, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന്. പ്രിയമുള്ളവരെ, പിന്നെ നമ്മളുടെ കാര്യം പറയണോ? പൗലോസ് സ്റ്റോയിക്കൻ ആൾക്കാരുടെ ഒരു സ്റ്റൈലാണ്. മുന്നേ നിൽക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സിമിലി ഉപയോഗിക്കുകയാണ്. പോൾ പറയാണ്, ദാറ്റ് വാസ് മൈ ലൈഫ്. അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം. ഇത് പോള് കർത്താവിനെ അംഗീകരിച്ചതിന് ശേഷം പറയുന്ന കാര്യമല്ല, അവിശ്വാസിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള അനുഭവമാണ് പറയുന്നത്. അവന് പാപത്തോട് പോരാടാനുള്ള ശക്തി ഇല്ല, അവന് ദിവ്യശക്തി ഇല്ല. കാര്യം ദിവ്യശക്തി ഒഴുകണമെങ്കിൽ എന്തോ വേണം? യേശുവുമായിട്ട് ലിങ്ക് വേണം. ലിങ്ക്, വിശ്വാസത്താൽ യേശുവുമായിട്ട് ബന്ധപ്പെടണം, ഫ്യൂഷൻ നടക്കണം. ആ ഫ്യൂഷൻ ഇല്ലാത്തവൻ എവിടുന്നാ ഇത് ഒഴുകി വരുന്നേ? എങ്ങൊന്നും ഒഴുകി വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പാപത്തിന് അധീനമായ എന്റെ ശരീരത്തിൽ ആരെന്നെ വിടുവിക്കും എന്ന് പറയാണ്. അതെന്റെ പഴയ അവസ്ഥയാ. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അവൻ എന്നെ വിടുവിക്കും. എങ്ങനെ വിടുവിക്കും? അവന്റെ ദിവ്യ ശക്തി എന്നിലേക്ക് ഒഴുക്കിത്തരും. എങ്ങനെ ഒഴുകും? അതിനല്ലേ വിശ്വാസം. അതല്ലേ ഞാൻ അവനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവൻ ഒഴുക്കിത്തരും, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. 8-ാം അധ്യായം തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വരുത്തുമെന്നല്ല, വരുത്തിയിരിക്കുന്നു. പൗലോസ് ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയല്ല. പൗലോസ് ജയഘോഷം മുഴക്കുകയാണ്. എന്ത്? യെസ്, ഇപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും. നമ്മുടെ ഏറ്റവും വലിയ 2 ശത്രുക്കളാണ് പാപവും മരണവും. അതിൽ രണ്ടിനും യേശു കർത്താവ് നമുക്ക് വിജയം നൽകിയിരിക്കുന്നു, ഇല്ലേ? പാപത്തിന്റെ മുമ്പിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അവൻ എന്നെ വിടുവിക്കും. 7-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 55-ാം വാക്യം വായിക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് എനിക്ക് സമയമില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും ഏറ്റവും ഒടുവിൽ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? നോ, യു കനോട്ട് ഹാവ് വിക്ടറി ഓവർ മീ. അവൻ വിജയം നൽകിയിരിക്കുന്നു. മരണത്തിന്റെ അധീനതയിൽ നിന്ന് അവൻ എനിക്ക് വിജയം നൽകിയിരിക്കുന്നു. നേരത്തെ ഞാൻ മരിച്ചാൽ എന്നെ പാതാളത്തിലോട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു നിത്യതയുണ്ട്, യേശുവിനോട് കൂടെയുള്ള നിത്യത. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം, ഗോഡ്ലിനെസ് ഓർ ട്രൂ റിലീജിയൻ,
അവിടെ ഗോഡ്ലിനെസ് എന്ന് ഉപയോഗിക്കുന്നത് പ്രാക്ടിക്കൽ ലിവിംഗ് ആണ്. പ്രാക്ടിക്കൽ ലിവിംഗ്. ജീവൻ ഉള്ളിൽ തുടിക്കുമ്പോൾ ഭക്തി പ്രയോഗത്തിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, മാങ്ങ കായ്ച്ച് ഒരു വൃക്ഷവും മാവാകത്തില്ല, എന്നാൽ മാവിൽ നിന്ന് മാങ്ങ കായ്ക്കും എന്നതുപോലെ നല്ല പ്രവൃത്തി ചെയ്ത് ഒരാൾ യേശുവിന്റെ സ്വഭാവത്തിൽ അനുരൂപനാകത്തില്ല. എന്നാൽ എന്താണ്, അവന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നത് കൊണ്ട് നാച്ചുറലി എന്ത് സംഭവിക്കും? ഞാൻ മകനാകും. അങ്ങനെ മകനാണെങ്കിൽ എന്റെ അപ്പന്റെ സ്വഭാവം ഞാൻ വെളിപ്പെടുത്തും. വെളിപ്പെടുത്തുന്നത് എവിടാ? വെളിപ്പെടുത്തുന്നത് സഭയിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഗോഡ്ലിനെസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സഭാഹോളിനകത്ത് ചാടിത്തുള്ളുന്ന കാര്യമൊന്നുമല്ല, സഭാഹോളിന് പുറത്തുള്ള കാര്യങ്ങളാണ്. സഭാഹോളിലെ ആരാധനയ്ക്കുള്ള ശക്തിയല്ല എന്നിലേക്ക് പകരുന്ന ദിവ്യശക്തി. പ്രത്യുത സഭാഹോളിന് പുറത്ത് ജീവിക്കാനുള്ള ജീവനും ഭക്തിക്കും ആവശ്യമായത് ഒക്കെയും. പ്രിയമുള്ളവരെ, സഭാഹോളിനകത്ത് തുള്ളാൻ എത്ര വലിയ ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ സഭാഹോളിന് പുറത്ത് ജീവിക്കണമെങ്കിൽ നല്ല ശക്തി ഉണ്ടല്ലേ പറ്റൂ. സഭാഹോളിനകത്ത് തുള്ളണമെങ്കിൽ ആരോഗ്യമുള്ളവർ ജിമ്മിൽ പോയാൽ മതി. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് തുള്ളാൻ പറ്റും. പക്ഷേ സഭാഹോളിന് പുറത്ത് പോകണമെങ്കിൽ ജിമ്മിൽ പോയാലൊന്നും പറ്റത്തില്ല. സഭാഹോളിന് പുറത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ദിവ്യശക്തി ഒഴുകണം, ലിങ്ക് ചെയ്യണം. ഭക്തി എന്നിലേക്ക് ഒഴുകി വരണം. ഭക്തി പ്രയോഗത്തിൽ പ്രകാശനം ഉണ്ടാകണം. ആൾക്കാർ കാണുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത്. ഒരു പാട്ടിങ്ങനെയുണ്ട്, ഐ എം നോട്ട് സിംഗിങ് ദാറ്റ് സോങ്, ബട്ട് യു നോ ഐ ഹാവ് ഡിസൈഡഡ് ഐ ഹാവ് ഗോണ ലിവ് ഫോർ വാട്ട് ഐ ബിലീവ്. ഞാൻ ഒരു കാര്യം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നോ അതിനുവേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എനിക്കതിന് കഴിയും. എന്തുകൊണ്ട്? ഞാൻ യേശുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട്. അവന്റെ ദിവ്യശക്തി എന്നിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്നുള്ളതാണ്. അവന്റെ ദിവ്യശക്തി എന്നിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അടുത്തത് ദിവ്യ പരിജ്ഞാനം, ഡിവൈൻ നോളജ് എന്നുള്ളതാണ്. 2 വാക്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വേദഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ നമുക്ക് നൽകുന്ന റിസോഴ്സസിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. നമുക്കൊരു ഡിവൈൻ കോൾ ഉണ്ട്, നമ്മളെ അവൻ വിളിച്ച വിളിയുണ്ട്, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഒരു കമ്മീഷനിങ് ഉണ്ട്, ഇല്ലേ? ദിവ്യ വിളി നമുക്കുണ്ട്. പിന്നെന്താണ്? ദിവ്യ വിശ്വാസം നമുക്കുണ്ട്. മൂന്നാമത് എന്താ പറഞ്ഞത്? ദിവ്യ ശക്തി നമുക്കുണ്ട്. ഇപ്പൊ പറയാണ് ദിവ്യ പരിജ്ഞാനം, എ പവർ. 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ഇത് വേറെ 2 പേരാണെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മുമ്പേ പറഞ്ഞതുപോലെ അവര് തമ്മിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. സി, ഇറ്റ് ഈസ് ഗാഡ്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ. 3ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ. അപ്പോൾ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ. അപ്പോൾ ഈ പരിജ്ഞാനമാണ് ഇവയാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടയാകും. അപ്പൊ ക്രിസ്ത്യൻ ക്യാരക്ടർ എന്നിലേക്ക് ഒഴുകുന്നത് ഈ പരിജ്ഞാനമാണ്. അതൊരു വലിയൊരു വിഷയമാണ്. ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് വസ്തുക്കളെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമല്ല. ഇത് നോളജ് അല്ല. ഇപ്പം ഒരു മാർക്സിസ്റ്റുകാരനാകണമെങ്കിൽ കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലും അതുപോലുള്ള മാർക്സ് എംഗൽസിന്റെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മേ ബി ഐ ക്യാൻ ബിക്കം എ മാർക്സിസ്റ്റ്. അതിന് കാൾ മാർക്സുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമൊന്നും വേണമെന്നില്ല. എനിക്ക് കാൾ മാർക്സിനെ അറിയണമെന്ന് പോലുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് അത് അനുകരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്മ്യൂണിസ്റ്റ് ആകാം. പക്ഷേ വേദപുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം പോലും ഒരാൾ ക്രിസ്ത്യാനിയാകത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വേദപുസ്തകം വായിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്, ഇല്ലേ? അവരെല്ലാവരും ക്രിസ്ത്യാനിയായതിനുണ്ടോ? ആർക്കാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് ചോദിച്ചാൽ യേശു ക്രിസ്തുവുമായി വ്യക്തിബന്ധത്തിൽ വന്നവർക്ക് മാത്രമാണ്. അതാണ് പരിജ്ഞാനം. വ്യക്തിയെയുള്ള പരിജ്ഞാനമാണ് ഇത്. അക്വയർഡ് നോളജ് അല്ല, പഠിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യത്തെ അറിയുന്നത് പോലല്ല, ഒരു വ്യക്തിയെ. ഹു ഈസ് ദാറ്റ് പേഴ്സൺ? യേശു കർത്താവിനെ. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ. അവരെ കുറിച്ചുള്ളത് പോലും അല്ല. ദൈവത്തെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ തിയോളജി പഠിച്ചത് കൊണ്ട് മാത്രം ദൈവത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൈവശാസ്ത്രം.
ദൈവശാസ്ത്രം പഠിച്ചത് കൊണ്ടും ഇതുണ്ടാകത്തില്ല. ദൈവശാസ്ത്രം പഠിച്ചതുകൊണ്ട് മാത്രം ദിവ്യശക്തി ഉണ്ടാകത്തില്ല. അങ്ങനെയാണെന്നെങ്കിൽ തിയോളജി സെമിനാരി പഠിപ്പിക്കുന്നവരെല്ലാം എന്തൊരു ദിവ്യ സ്വഭാവമായിരുന്നു എന്നെ കാണിക്കേണ്ടത്. അങ്ങനോട്ട് കാണിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവശാസ്ത്രം പഠിച്ചതുകൊണ്ട് മാത്രം കാണിക്കണമെന്നില്ല. ദൈവത്തെ അറിയാൻ വയ്യാതെ വേണമെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കാം. അതെനിക്കറിയാം, വളരെ അറിയാം. ദൈവശാസ്ത്രം പഠിക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ഡിഗ്രി എന്റെ പോക്കറ്റിലും കിടപ്പുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം എന്തുണ്ടാകത്തില്ല? കർത്താവിനെ അറിയത്തില്ല. കർത്താവിനെ അറിയാന്ന് പറയുന്നത് റിയൽ വേയിൽ നമ്മൾ യേശുവിനെ അറിയാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാന്ന് പറയുന്നത് വ്യക്തിയെ അറിയുന്ന വേറൊരു അർത്ഥത്തിലാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് നോളജ്. എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞൊരു വാക്ക്, ഞാൻ ഗ്രീക്കൊന്നും പഠിപ്പിക്കാൻ വന്നതല്ല. അത് അക്വേറ്റ് നോളജ് അല്ല, ഒരു കാര്യത്തെ അറിയുന്നതല്ല. പേഴ്സണൽ നോളജ്. പേഴ്സണൽ നോളജ് എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ അറിയുന്നത് പോലെയോ അതുപോലെ ഉള്ള ഭർത്താവ് ഭാര്യയെ അറിയുന്നു. ഒരു വ്യക്തിയെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ നിങ്ങൾ ആരെങ്കിലും വൈപ്പിലുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിയെ അറിയാമോ? പിന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞാലും അത്രയും അറിവുമല്ല. അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം, അദ്ദേഹം എവിടെ താമസിക്കുന്നതെന്നറിയാം, അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്നറിയാം. അങ്ങനത്തെ അറിവല്ല ഇവിടുത്തെ ഈ വാക്കിന്റെ അർത്ഥം. എന്താ? ഒരു ദിവ്യജ്ഞാനമാണിത്. എപ്പിഗ്നോസിസ് പറയുന്നത് അക്വേറ്റ് നോളജ് അല്ല, ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിയ കാര്യമല്ല. എന്നോട് ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പറയുന്ന നോളജ് അല്ല ഇത്. ഒരു വ്യക്തിയെ വ്യക്തിപരമായി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്ലോസ്നെസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഡം ന്യൂ ഹിസ് വൈഫ്. ആദാം തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു എന്ന് പറയുന്ന വാക്ക്. പരിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഫിസിക്കൽ യൂണിയൻ ആണ് വരുന്നത്. പക്ഷെ അതല്ല അവിടുത്തെ. അതൊരു ഫാക്റ്റ് ആണെങ്കിലും അതിലപ്പുറത്ത് അവരെ ഒന്നായി തീർന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അറിവാണ്. പക്ഷേ ദൈവവുമായുള്ള അറിവ് ഫിസിക്കൽ റിലേഷൻ അല്ലാത്തത് കൊണ്ട് ഒരു ദേഹമായി തീരുകയല്ല, പ്രത്യുത എന്തായി തീരുകയാണ്? ഒരാത്മാവ്. ഞാനിപ്പോൾ 1 കൊരിന്ത്യരിൽ ഒരു വാക്യം ഉപയോഗിക്കുന്നുണ്ട്, ഒരു വാക്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ട്. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 അതിന്റെ 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നു, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ഡിഫറൻസ് നോക്കണം. ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി എന്തായി തീരുന്നു? ഒരു ദേഹമായി തീരുന്നു. കാര്യം രണ്ടും ദേഹമാണ്. എന്നാൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. കാര്യം കർത്താവ് ശരീരമല്ല, കർത്താവ് ആരാണ്? ആത്മാവാകുന്നു. അപ്പോൾ ഇതാണ് എപ്പിഗ്നോസിസ്. അതായത് ഈ കർത്താവുമായി ഏകാത്മാവാകുന്ന അവസ്ഥ, ആ നോളജ്, അങ്ങനെ ഒരു നോളജ്. അപ്പോൾ ദിവ്യ സ്വഭാവം എന്നിലേക്ക് ഒഴുകി വരണമെങ്കിൽ യേശുവുമായി, കർത്താവുമായി, ക്രിസ്തുവുമായി ഏകാത്മാവാകുന്ന അത്ര ആഴമുള്ള അറിവെനിക്ക് യേശുവിനെ ഉണ്ടാകണം. ദൈവത്തെയും യേശുവിനെയും, എന്നെ വിളിച്ചവനെ ഞാൻ മാറി നിന്ന് കാണുകയല്ല. പ്രത്യേകത എന്താണ്? ടോട്ടലായിട്ട് അവനുമായിട്ട് ഏകാത്മാവാകുന്ന ഒരു സ്റ്റേജ്. കർത്താവ് ആത്മാവാകുന്നു, യേശുവുമായി ഏകാത്മാവാകുന്ന ദിവ്യജ്ഞാനം. ഈ നോളജ് പുറത്തുനിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. വേദപുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം പറ്റില്ല. വേദപുസ്തകം വായിക്കണം, പക്ഷെ വേദപുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാവില്ല. വാക്യം കാണാതെ പഠിച്ചത് കൊണ്ടും മാത്രം ഉണ്ടാവുകയില്ല. ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഓസ്കർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓസ്കർ അവാർഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളിന് കൊടുക്കുന്ന അവാർഡാണ്. അങ്ങനെ ഓസ്കർ അവാർഡ് ലഭിച്ച ഒരു വ്യക്തി ഒരു റിലീജിയസ് മീറ്റിംഗിന് അവർ വിളിച്ചപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, "Can you just show something to us that will help us to know your abilities? So can you just do something on the stage? സ്റ്റേജിൽ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ?" ഞാൻ പറഞ്ഞു, "Yeah, I'll do that." എന്താ ചെയ്യാൻ പോകുന്നത്? "I will recite the Psalms 23. 23-ാം സങ്കീർത്തനം ഞാനിവിടെ അഭിനയിച്ച് കാണിക്കാം." അയാൾ അങ്ങോട്ട് കയറിയിട്ട്, "The Lord is my shepherd and I shall not want" എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാര്യമായിട്ട് അഭിനയിച്ച് കാണിച്ചു. ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കാര്യം അയാളുടെ കണ്ണുകളുടെ ആ പോക്കും
ആ പുരികമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരിയുന്നതും അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തി പറയുമ്പോൾ കാണുന്ന ആ സംതൃപ്തിയും എല്ലാം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു. വണ്ടർഫുൾ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാള് അത് നടത്തിയ ആള് ചോദിച്ചു, നമ്മളൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ, എത്ര മനോഹരമായിട്ട് ഈ വ്യക്തി 23-ാം സങ്കീർത്തനം നമ്മളെ പാടിക്കേൽപ്പിച്ചു. ആർക്കെങ്കിലും ഒരാൾക്ക് ഇതേപോലെ ഒന്ന് കാണിക്കാൻ കഴിയുമോ? ആരെങ്കിലും? ഒരു മനുഷ്യനും അതിന് തയ്യാറായില്ല. കാര്യം ഒരു അഭിനയ ചക്രവർത്തിയുടെ മുമ്പിൽ ഇത് പിന്നെ കാണിക്കാനായിട്ടോ ആരും തയ്യാറായില്ല. ആരുമില്ലേ? അപ്പം ഇയാളിങ്ങനെ കോളറൊക്കെ പിടിച്ചിരിക്കുകയാണ്. കാര്യം എന്നെ വെല്ലാൻ ആരുമില്ല. ഒടുവിൽ ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഒരു പ്രായമുള്ള വല്യമ്മച്ചി കയറി വന്നിട്ട് 23-ാം സങ്കീർത്തനം ചൊല്ലി, യഹോവ എന്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇതുവരെ പറഞ്ഞതെല്ലാം നിഷ്പ്രഭമാകുന്ന രീതിയിൽ അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വിരുണ്ടുപോയി. ഈ അഭിനയ ചക്രവർത്തി ഈ വല്യമ്മയുടെ മുമ്പിൽ ഒന്നുമല്ലാതായിപ്പോയി. ഈ മനുഷ്യൻ എഴുന്നേറ്റ് കൈയടിക്കാൻ തുടങ്ങി. ആര്? ഈ ഓസ്കർ അവാർഡ് നേടിയ വ്യക്തി എഴുന്നേറ്റ് കൈയടിക്കാൻ തുടങ്ങി. ആൾക്കാരെ, ജേർണലിസ്റ്റുകൾ, നമ്മുടെ പരിപാടി ഞാൻ ഉൾപ്പെടെ വിടത്തില്ലല്ലോ, പുറകെ നടക്കുമല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ചോദിച്ചു, എന്റെ പൊന്ന് സാറേ, എന്തിനാ ഈ ഓസ്കാർ അവാർഡ്? എന്തുകൊണ്ടാണ് ആ തള്ള സാറിനേക്കാളും നന്നായിട്ട് ഇത് പറയാൻ ഉള്ള കാര്യം എന്താണ്? ഈ മനുഷ്യൻ പറഞ്ഞു, യു നോ ദ ഡിഫറൻസ്. I know Psalms 23, but she knows her shepherd. എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, പക്ഷെ അവൾക്ക് അവളുടെ ഇടയനെ അറിയാം. ഇതാണ് എപ്പിഗ്നോസിസ്. ഇതാണ് ദിവ്യ പരിജ്ഞാനം. ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. 23-ാം സങ്കീർത്തനം പഠിക്കുന്നതല്ല ആവശ്യമായിരിക്കുന്നത്. എന്ത്? ഇടയനെ മനസ്സിലാക്കുക. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും. ഇത് ഡൈക്കോട്ടമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പൗലോസ് പറയുന്നു, അവനെ അറിയാനും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയാനും. അവനെ അറിയുക, യേശുവിനെ അറിയുക, അതിലും വലിയൊരു കാര്യമില്ല. അതാണ് വാസ്തവത്തിൽ എപ്പിഗ്നോസിസ്. അതാണ് എന്നിലേക്ക് അവന്റെ ദിവ്യ ശക്തി ഒഴുക്കിക്കൊണ്ടുവരുന്നത്. നമ്മെ വിളിച്ചവനെ നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. എന്നെ പിതാവ് ആകർഷിച്ചു, എന്നെ യേശു വിളിച്ചു, എന്നെ ആത്മാവ് ബോധ്യപ്പെടുത്തി. ഞാൻ അവനെ അറിയുന്നത് അവനുമായി ഏകാത്മാവായിക്കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഞാൻ യേശുവിനെ അറിയുന്നത് ഒരു മുന്തിരിയുടെ കൊമ്പ് അതിന്റെ വള്ളിയിൽ വസിക്കുന്നത് പോലെയാണ്. ഞായറാഴ്ച പോയി ഒട്ടിയിരിക്കുകയല്ല. ഇറ്റ്സ് എ 24/7 ബിസിനസ്. 24 മണിക്കൂറും 7 ദിവസവും 366 ദിവസവും 52 ആഴ്ചയും ആ വള്ളിയിൽ ഒട്ടിച്ചേർന്നിരിക്കുക. ഇട്ടേച്ച് പോയി വല്ലപ്പോഴും വന്ന് കയറുകയല്ല. അങ്ങനെ വന്നാൽ അത് ഉണങ്ങിപ്പോകും. എന്നിൽ വസിക്കാത്ത കൊമ്പുകളൊക്കെയും കായ്ക്കത്തില്ല, ഉണങ്ങിപ്പോകുന്നു. അവനിൽ വസിക്കുവാൻ, അവനിൽ വസിച്ചുകൊണ്ട് അവനെ അറിയാനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ, ഞാൻ നിന്റെ പേർക്കു ജീവിതം നയിക്കുമെന്നുമേ. നീ എന്റെ സ്വന്തമേ, ഭയന്തുബോധമേ. നീ എന്റെ സ്വന്തമേ, ഭയന്തുബോധമേ. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ, ഞാൻ നിന്റെ പേർക്കു ജീവിതം നയിക്കുമെന്നുമേ. ഇന്നലെയും ഇന്നുമെന്നും നീ അനന്യനാ, ഞാൻ നിന്നിലാശ്രയിക്ക മൂലമെത്ര ധന്യനാം. എന്നോടുകൂടെ നീ, നിന്നോടുകൂടെ ഞാൻ. എന്നോടുകൂടെ നീ, നിന്നോടുകൂടെ ഞാൻ. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ, ഞാൻ നിന്റെ പേർക്കു ജീവിതം നയിക്കുമെന്നുമേ. ലോകവാസമോ പ്രയാസഹേതുകം, ദാസനായിരിപ്പതോ സന്തോഷദായകം. നീ എന്താ
എന്തരുളിടും ഞാനതു ചെയ്തിടും, നീ എന്തരുളിടും ഞാനതു ചെയ്തിടും. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ, ഞാൻ നിന്റെ പേർക്കു ജീവിതം നയിക്കുമെന്നുമേ. നിത്യജീവവാക്കുകൾ പൊഴിഞ്ഞു നീ പറ, നിന്നെ വിട്ടെനിക്കു പോകുവാൻ കഴിഞ്ഞിടാ. നിൻ പാദസേവയിൽ എന്നാൽ കഴിച്ചിടും, നിൻ പാദസേവയിൽ എന്നാൽ കഴിച്ചിടും. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ, ഞാൻ നിന്റെ പേർക്കു ജീവിതം നയിക്കുമെന്നുമേ. നീ എന്റെ സ്വന്തമേ, എന്തു മോദമേ, നീ എന്റെ സ്വന്തമേ, എന്തു മോദമേ. എന്റെ പേർക്കു ജീവനെ വെടിഞ്ഞ യേശുവേ,